ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കുവാൻ പോകുന്നത് ഒരു ആഡ് വെർബാണ്, ഒരു സ്മോൾ വെർബാണ്, സ്മോൾ വേർഡാണ്. പക്ഷെ ഒരുപാട് മീനിങ് ഉണ്ട്. അത് പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം, പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യാം, ഫ്യൂച്ചർ ടെൻസിൽ യൂസ് ചെയ്യാം. നമ്മളെപ്പോഴും ഈ സ്പാനിഷ് സ്പീക്കിംഗ് ആൾക്കാർ സ്ലാങ് ആയിട്ടും എപ്പോഴും ഒരു യൂസ് ചെയ്യുന്നൊരു വേർഡാണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു വേർഡാണ്. അപ്പോൾ എന്താണെന്ന് പഠിപ്പിക്കുവാൻ പോകുന്നത് നോക്കാം. YA, ജസ്റ്റ് 2 letter YA. യ എന്നും പറയാം, ജ എന്നും പറയാം. ജ ഓ യ. എന്താണ് ഇതിൻ്റെ മീനിങ്? ഇതൊരു ആഡ് വെർബാണ്. ഓക്കെ, മെയിനായിട്ട് അതിൻ്റെ അർത്ഥം അല്ലെ മീനിങ് ഓൾറെഡി, നൗ അല്ലെങ്കിൽ സ്റ്റിൽ, പിന്നെ യെസ് എന്ന് ചില സന്ദർഭങ്ങളിൽ യ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നിങ്ങൾക്കതിൻ്റെ മീനിങ് മനസ്സിലാക്കുവാൻ സാധിക്കും. മേക്ക് സെൻസ്? ഓക്കെ, ലെറ്റ്സ് ഗോ. യ വെങ്കോ. യ വെങ്കോ എന്ന് പറഞ്ഞാൽ I will be right back. ജബെങ്കോ. ബെങ്കോ എന്ന് പറയുന്നത് അത് പ്രസന്റ് ടെൻസിലായിട്ടാണ്. അത് ബെങ്കോ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ്. പക്ഷേ ഇപ്പം നമ്മൾ ജബെങ്കോ എന്ന ജ അവിടെ വന്നപ്പോൾ നമുക്കത് അതിൻ്റെ ഒരു ഫ്യൂച്ചറിലേക്ക് പറയാം. I will be right back. അതുപോലെ നമുക്ക് ജബോയ്, അവിടെ എന്താണ് I am coming, ഞാൻ വരികയാണ്. ഇപ്പം നമ്മളൊരു ഡോറൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അകത്തൊരാളിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും പറഞ്ഞത് ജബോയ് ജബോയ്, ഐ എം കമ്മിങ്, യെസ് ഐ എം ഗെറ്റിംഗ് ക്ലോസ് ടു ദ ഡോർ എന്നാണ് അതിൻ്റെ അർത്ഥം. ജബോയ്, ജബെങ്കോ എന്ന് പറയുമ്പോൾ ഐ വിൽ ബി റൈറ്റ് ബാക്ക്. പിന്നെ അസ് ലോ യ. അസ് ലോ യ എന്ന് പറഞ്ഞാൽ ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് എന്നാണ്. ആസ് എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡ് വേർഡാണ്. ഡു, ഡു ഇറ്റ് നൗ. അപ്പോൾ ആസ് ലോയ യ വന്നു, ഡു ഇറ്റ് നൗ. അപ്പം നൗ എന്നൊരർത്ഥം ഈ ആയിക്കൊണ്ട്. ആസ് ലോയ, ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് നൗ. ജാലോ ഈസെ. ഈസെ ഈ ആസ് എല്ലാം അസേർ എന്നൊരു ഇൻഫിനിറ്റീവ് വെർബിൽ നിന്നുള്ള മാറ്റമാണ്. അസേർ എന്ന് പറഞ്ഞാൽ ടു ഡു അല്ലെങ്കിൽ ടു മേക്ക് എന്ന് പറയും. അപ്പൊ ആസ് എന്ന് പറഞ്ഞ ഒരു കമാൻഡാണ്. അസേർ എന്നുള്ള ആസ്, ഡു ഇറ്റ് നൗ. ആസ് ആസ് ആസ്നെ പറയുമ്പോൾ ഹാസ് എന്ന് പറയത്തില്ല. എച്ച് എപ്പോഴും സൈലന്റ് ആണ്. ആസ് ആസ് ലോ യ. ജാലോ ഈസെ. ജാലോ ഈസെ അത് പാസ്റ്റ് ടെൻസിലേക്ക് പോയി. ഈസ എന്ന് പറഞ്ഞാൽ ഐ ഓൾറെഡി ഡിഡ്, ഡിഡ് ഇറ്റ്. ലോ ഇറ്റ് എന്നാണ്. ഈസ ഐ ഡിഡ് ഇറ്റ്. ഈസ ഇറ്റ് സെൽഫ് ഈസ് ഐ ഡിഡ് ആണ്. ഐ അവിടെ ഹൈഡ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പൊ യാ വന്നപ്പോൾ ഐ ഓൾറെഡി ഡിഡ് ഇറ്റ്. പാസ്റ്റിലേക്ക് പോയി. ഐ ഓൾറെഡി ഡിഡ് ഇറ്റ്. ജ ജ ലോ ഈസ. പിന്നെ ഒരു ജ നോ ഫൂം, അതൊരു എനിമോർ എന്നൊരു അർത്ഥം വന്നു. എനിമോർ ഒരു നെഗറ്റീവ് വന്നു. അപ്പോൾ ജ നോ ഫുമോ. ഫുമോ എന്ന് പറഞ്ഞാൽ ഐ സ്മോക്ക് എന്നാണ്. ഫുമാർ എന്നാണ്. ഫുമാർ എന്ന് പറഞ്ഞാൽ ടു സ്മോക്ക്, ടു സ്മോക്ക്. അപ്പോൾ ഞാൻ ഇനി നോ ലോങ് പുകവലിക്കില്ല എന്ന് പറയുന്നിടത്താണ് ജനോ ഫുമോ. നോ ഐ എം നോട്ട് ഗോയിങ് ടു ബി എനിമോർ. ഞാൻ നിർത്തി. അവിടെ ജ വന്നു. സേ. സേ എന്ന് പറഞ്ഞാൽ സേ എന്ന് ഞാൻ പറഞ്ഞാൽ ഐ നോ എന്നാണ്. സബേർ എന്നൊരു ഇൻഫിനിറ്റീവ് വെർബിൽ നിന്നാണ് സേ വന്നിരിക്കുന്നത്. അപ്പം സേ ഐ നോ. അപ്പം ഞാൻ അവിടെ പുറകിൽ ജാ ചേർത്താൽ എങ്ങനെ മാറും? ജസേ, ഐ ഓൾറെഡി നോ. ജസേ. പിന്നെ ഓ ജാ, ചുമ്മാ പറയാം. ഓ ജാ, ഓ ഐ ഗെറ്റ് ഇറ്റ്.
യെസ് എന്നൊരർത്ഥം വരുന്നുണ്ട്. ഐ ഗാട്ട് ഇറ്റ്, ഐ ഗെറ്റ് ഇറ്റ്, ഐ ഗാട്ട് ഇറ്റ്. ഇതര ഭേദം. ജ ജസ്റ്റ് ജ, ഓ ജ. പിന്നെ ചിലപ്പോൾ ചില സന്ദർഭത്തിൽ ജ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കുട്ടിയോട് പാരൻസ് ഇങ്ങനെ കുറേ വർക്ക് കൊടുക്കുകയാണ്, ഇന്ന് അത് ചെയ്തോ ഇത് ചെയ്തോ അത് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഒരു ഡിസ്റ്റർബ് വരും. അപ്പോൾ ജ ജ ജ ജ, യെസ് ഐ ഡിഡ് ഇറ്റ്, ജ ഡൺ, ഓൾറെഡി ഡൺ. അതിനിങ്ങനെ ജ ജ ജ അങ്ങനെ പറയുള്ളൂ. പിന്നെ നമ്മൾ പറയും ഇങ്ങനെ ഒത്തിരി ബഹളങ്ങളിലൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ ഇറിറ്റേറ്റ് ആയിട്ട് നമുക്ക് പറയാം ജ, സ്റ്റോപ്പ് ഇറ്റ്, ജ മതി, ജ. അങ്ങനെ ഈ ജ അങ്ങനെ സ്ലാങ് ആയിട്ടാണ് ഈ ജ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒരു ഫോർമൽ വേയിൽ ഇതിന് പറയാൻ പറ്റത്തില്ല. നമുക്കൊരു ഫോർമൽ വേയിൽ നമ്മൾ എന്താ പറയണ, യെസ്. അപ്പോൾ ഈ ജയ്ക്ക് യെസ് എന്ന അർത്ഥമുണ്ട്. ജ, ഐം ഡൺ. നമ്മൾ ചിലപ്പോൾ ഇറിറ്റേറ്റ് പറയോ ജ ജ, ഐം ഡൺ, നോ മോർ നത്തിങ്, ജ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിലാണ് ഈ ജ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ജക്കൊമി, കൊമേർ എന്ന ഇൻഫിനിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ കൊമി എന്ന് പറഞ്ഞാൽ പാസ്റ്റാണ്. ഐ എയ്റ്റ്, ജക്കൊമി, ഐ ഓൾറെഡി എയ്റ്റ്. അവിടെ ഓൾറെഡി വന്നു, ജക്കൊമി. അതുപോലെ ജ, ഞാൻ വേറൊരു സന്ദർഭത്തിൽ ജയുടെ ഒരു മീനിങ് കണ്ടത്, ഞാൻ വർക്ക് ചെയ്യുന്നത് NICയിലാണ്, ബേബി യൂണിറ്റാണ്. അപ്പോൾ ഇങ്ങനെ ബേബിയെ കാണാൻ പേരൻസ് ഇങ്ങനെ വന്നിങ്ങനെ സ്പാനിഷ് മാത്രം സ്പീക്ക് ചെയ്യുന്നവരാണ്. അവരിങ്ങനെ കുട്ടിയെ കണ്ടു, അവരോട് ഞാൻ ടോക്കൊക്കെ ചെയ്തു, കുട്ടിയുടെ സ്റ്റാറ്റസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അതിനപ്പോഴത്തെ ഹസ്ബൻഡ് വൈഫിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുവാണ് ജ. ഞാൻ ഓർത്തു എന്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരുടനെ ഓക്കെ എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോകും. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ മലയാളത്തിലേക്ക് കണ്ടിട്ട് ജ, നമുക്ക് പോകാം, കഴിഞ്ഞു, ജ. അതായത് വന്നു, അവർ കുട്ടിയെ കണ്ടു, അവരെന്നോട് സംസാരിച്ചു, ഇതെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഗോ. അപ്പോൾ പറഞ്ഞു ജ, ഓക്കെ ജ, പറയുമ്പോൾ. അപ്പം ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ ഈ ജ പ്രസൻറ്റിലും പാസ്റ്റിലും ഫ്യൂച്ചറിലും യെസ് എന്ന മീനിങ് പറഞ്ഞെടുത്തു എല്ലാം ജ ജ. ഓ ജ, ഓ യാ. നമ്മൾ മലയാളത്തിൽ ഓ യാ, അത് മലയാളത്തിൽ നമ്മൾ പറയുകയാണ് ഓ യാ, ഓ യാ, ഐ നോ, സി യാ. അപ്പോൾ ഈ വൈ എ ആണത് സ്പാനിഷിൽ ഉപയോഗിക്കുന്നത് തന്നെ നമ്മൾ മലയാളത്തിൽ ആ യാ, ഐ നോ ഇറ്റ്, യാ യാ, ഇല്ലേ? അത് തന്നെയാണ് ഈ യായും സ്പാനിഷുകാർ ഉപയോഗിക്കുന്ന പല കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഞാൻ മലയാളത്തിലോട് യാ പോകാം. എട്ടരമിന് ഈ ക്ലാസ്, എൻ്റെ ക്ലാസ് തീരാറായി. അപ്പോൾ എനിക്ക് പറയാം യാ ടെർമിനെ മി ക്ലാസ്, ടെർമിനെ ഫിനിഷ്ഡ്, ഐ ഫിനിഷ്ഡ്, ജ ഓൾറെഡി, ഓൾറെഡി, ജ ടെർമിനെ മി ക്ലാസ്. അപ്പോൾ എന്തെല്ലാം പല രീതികളിലാണ് ഈ ഒരു ഇൻട്രസ്റ്റിംഗ് വേർഡാണ് യാ, ജ ജ ജ ജ ജ, മതിയായി, ഓക്കെ ഓക്കെ. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലൊക്കെ സ്പാനിഷുകാർ യാ ഉപയോഗിക്കാറുണ്ട്. യാ ഐ നോ, യാ ജോസേ, യാ ജസേ. ജോ പറയണ്ട, സേ എന്ന് മാത്രം പറയാം, അവിടെ ജോ ഉണ്ട്, ഐ അവിടെ നിൽപ്പുണ്ട്. ഐ നോ, ഐ നോ ഓൾറെഡി, ജസേ ഐ നോ. ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? എന്താണ് യാ അല്ലെങ്കിൽ ജ, എങ്ങനെയാണ് സ്പാനിഷുകാർ യൂസ് ചെയ്യുന്നത്? അതൊരു ആഡ് വെർബാണ്. പാസ്റ്റിൽ യൂസ് ചെയ്യും, പ്രസൻറ്റിൽ യൂസ് ചെയ്യും, ഫ്യൂച്ചറിൽ യൂസ് ചെയ്യും, യെസ് യൂസ് ചെയ്യും, നോ യൂസ് ചെയ്യും. നോ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയേണ്ടത് നോ, നോ, ജാനോ. ജാനോ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു നെഗറ്റീവായിട്ട് മാറി. അതാണ് ജാനോ ഫൂമോ, എനിമോർ, ഐ എം നോട്ട് ഗോയിങ് ടു സ്മോക്ക് എനിമോർ, നെഗറ്റീവായിട്ട് വന്നു. അപ്പം നെഗറ്റീവ് വരുന്നുണ്ട്, പോസിറ്റീവ് വരുന്നുണ്ട്, പ്രസന്റ് ടെൻസ് വരുന്നുണ്ട്, പാസ്റ്റ് ടെൻസ് വരുന്നുണ്ട്, ഫ്യൂച്ചർ ടെൻസ് വരുന്നുണ്ട്. പിന്നെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിടത്ത് വരുന്നുണ്ട്, ഓ ജ ജ ജ, സ്റ്റോപ്പ്, മതി, പോകാം, മതി. അപ്പം ഇങ്ങനെയുള്ള എല്ലാ ഒരു ഏരിയയിലും കൂടെ ഓടി നടക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജ അല്ലെങ്കിൽ യാക്കുള്ളത്. അപ്പോൾ എവിടെയാണ് യാ യൂസ് ചെയ്യേണ്ടത്? ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും സ്പാനിഷ് സ്പീക്കർ അപ്പോൾ യാ യാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടണം എന്താണ് അവർ ആ സന്ദർഭത്തിനനുസരിച്ച് ആ യാ അവർക്ക് എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം അവിടെ
വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടി വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഫൈനൽ പറയാൻ പോകുന്നതാണ് ജെർമിനെ മീ ക്ലാസ്. ഐ ഓൾറെഡി ഫിനിഷ്ഡ് മൈ ക്ലാസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ nos vemos pronto. Hasta luego. അടുത്ത ക്ലാസ് വരുന്നവരെ ബൈ. യു ടേക്ക് കെയർ. ബൈ.